ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗവിദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. അവിടുത്തെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ സ്വാഭാവികമായിട്ടും സകല ജീവാത്മാക്കളും ഉല്ലാസഭരിതരും നിത്യരുമാണ്. എന്നാൽ സ്വന്തം തെറ്റുകൾ മൂലം അവർ പരമഭോക്താക്കളാകാൻ വേണ്ടി അങ്ങയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്രകാരം അവിടുത്തെ അധീശത്തെ ധിക്കരിച്ചുകൊണ്ട് അപരാധികളായിട്ട് തീരുന്നു. അവരുടെ അപരാധത്തിന്റെ ഫലമായിട്ട് അവിടുത്തെ ഭൗതിക ശക്തി അവരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ അവരുടെ ആനന്ദം, ഉല്ലാസം, ജ്ഞാനം എന്നീ അതീന്ദ്രിയ ഗുണങ്ങളെല്ലാം ത്രിഗുണങ്ങളുടെ മേഘമാലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ത്രിഗുണങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷം ബദ്ധാത്മാക്കൾക്ക് തടവറ പോലെയാണ്. ഭൗതിക ബന്ധനത്തിൽ നിന്ന് രക്ഷ നേടാൻ അവർ കൈകാലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വൈവിധ്യമാർന്ന ജീവിത അവസ്ഥയ്ക്ക് അനുസരണമായിക്കൊണ്ട് വിവിധതരം വ്യാപാരങ്ങളും അവർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ എല്ലാ വ്യാപാരങ്ങളും എല്ലാ വ്യവഹാരങ്ങളും അവിടുത്തെ ജ്ഞാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് ഈ ബുദ്ധിശൂന്യന്മാർക്ക് അറിയാതെ പോകും. അവിടുത്തെ കാരുണ്യത്താൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ധാർമ്മിക പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത്. അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കാതെ ഭൗതിക ശക്തിയെ ഉല്ലംഘിക്കാനാകുകയുമില്ല. വാസ്തവത്തിൽ വേദജ്ഞാനം രൂപം ധരിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്നു. കാര്യത്തിൽ ബദ്ധാത്മാക്കളെ സഹായിക്കാനായിക്കൊണ്ട് സദാ അവിടുത്തെ സേവനത്തിൽ വ്യാപൃതരാണ് താൻ. ഇവിടെ ഈശ്വരന്റെ ശക്തി ഇല്ലാതെ നല്ലതോ ചീത്തയോ സ്വതന്ത്രമായിട്ടോ അസ്വാതന്ത്ര്യമായിട്ടോ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ ന്യായമായിട്ടോ അന്യായമായിട്ടോ ഈ പ്രപഞ്ചത്തിൽ ഒരു ചലനവും നടക്കില്ല. പക്ഷേ ഈ ഭൗതികമായിട്ടുള്ള ഇത് ഗഹനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ സ്വാഭാവികമായിട്ടും സകല ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെ ആണ് ആശ്രയിച്ച് നിൽക്കുന്നത്. ജീവൻ പോലും ഭഗവാന്റെ അംശമാണ്. ശരീരം ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയാണ്. അതിലുള്ള ജീവൻ പരാശക്തിയാണ്. ഇത് ചേർത്ത് വച്ചിരിക്കുന്നതും ഭഗവാനാണ്. എല്ലാം ഭഗവാന്റെ ആ ശക്തിയുടെ പ്രഭാവത്തിൻ്റെ പരിണതഫലമാണ് ഈ സൃഷ്ടിയും ഈ കാണുന്ന വസ്തുക്കളും ഈ പ്രത്യക്ഷ പ്രപഞ്ചവും നമ്മുടെ ശരീരമടക്കം ഉള്ളത്. പക്ഷേ ഈ ബദ്ധാത്മാക്കളായിട്ടിരിക്കുന്നത് സകല ജീവാത്മാക്കളും ഉല്ലാസഭരിതരും നിത്യരും ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ സ്വന്തം തെറ്റുകൾ മൂലം, അതായത് അവരവരുടെ കൾച്ചർ, അവരവരുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്നർത്ഥം. രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ ഉറക്കം പോലും തന്നിഷ്ടത്തിനാണ്. അപ്പൊ ഈ തന്നിഷ്ടത്തിന് നടത്തുന്നതാണ് എല്ലാം തെറ്റുകളായിട്ട് മാറുന്നത്. ആ തെറ്റുകൾ മൂലം അവർ പരമഭോക്താക്കളാകാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് എല്ലാം എന്ന് വിചാരിച്ച് സ്വന്തം ശരീരത്തെ പോലും ഈ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ, അതായത് ഈശ്വരന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പോലും അവബോധമില്ലാതെ അങ്ങയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഭഗവാന്റെ ശക്തിയാണ് നമുക്ക് ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും ഒക്കെ ജീവാത്മാവ് ശരീരത്തുള്ളപ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും എന്ത് ആക്ഷൻ നടന്നാലും ഒക്കെ ഭഗവാന്റെ ആ കേമത്തം കൊണ്ടാണ് നടക്കുക. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ ശരീരം പോലും ഭഗവാന്റെ അനുരൂപമാണ്. ശരീരത്തിന്റെ ഷേപ്പ് പോലും നമ്മുടെ പ്രത്യക്ഷമാണ്. ഭഗവാന്റെ ചിത്രത്തിൽ നോക്കിയാൽ ഭഗവാനും മനുഷ്യന്റെ ശരീരം വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഭഗവാനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഇപ്രകാരം അവിടുത്തെ ആദേശത്തെ ധിക്കരിച്ചുകൊണ്ട് ഭഗവാനെ അനുകരിക്കുന്നുണ്ടെങ്കിലും അനുസരിക്കുന്നില്ല. തന്നിഷ്ടത്തിനാ പ്രവർത്തനം. അപ്പൊ അതുകൊണ്ട് ആ ധിക്കാരമാണെന്ന്, അത് ഏറ്റവും വലിയ അപരാധമായി തീരുന്നു. അവരുടെ അപരാധത്തിന്റെ ഫലമായിട്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുടെ അവതാരത്തിന് അവിടുത്തെ ഭൗതിക ശക്തി അവരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു.
അപ്പൊ ഭഗവാന്റെ അപരാശക്തിയാണ് ഇങ്ങനെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി പോലും നൽകുന്നത്. ഭഗവാന്റെ ശക്തി തന്നെയാണ്. ശരീരത്തിന്റെ ശക്തിയും അപരാശക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യക്ഷ ശക്തികളെയാണ് ഈ ഭൗതിക ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൗതിക ശക്തി നമ്മളിൽ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അതാണ് ചുമതല ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്നത് ശരിക്കും ഈ ഭൗതിക പ്രപഞ്ചമാണ്. നമ്മുടെ ശരീരവും ഭൗതിക നിർമ്മിതമായതുകൊണ്ട് ഭൗതിക ത്രിഗുണങ്ങളിൽ അടിമയായിരിക്കുന്ന ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ജീവശക്തി ഈശ്വരന്റെ അംശമാണെങ്കിലും അതറിയാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നർത്ഥം. അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ആനന്ദം, ഉല്ലാസം, ജ്ഞാനം എന്നീ അതീന്ദ്രിയ ഗുണങ്ങളെല്ലാം ഈ ത്രിഗുണങ്ങളുടെ മേഘപാലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടു. ഈ ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന മൂലപ്രകൃതി അഥവാ മായാശക്തി എന്ന് പറയും. അതുകൊണ്ട് അത് മൂടപ്പെട്ടിരിക്കുന്നു. ഈ ത്രിഗുണങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷം ബദ്ധാത്മാക്കൾക്ക് തടവറ പോലെയാണ്. ഈ 3 തരത്തിലുള്ള കവചത്തിനകത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെയാണ് നമ്മൾ കിടക്കുന്നത്. കാരണം ഈ മായയെ ജയിക്കാതെ ഭഗവാനെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാകില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷം ബദ്ധാത്മാക്കൾക്ക് ഒരു തടവറ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ തന്നെ സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന ആത്മസംരക്ഷണം. ഈ 3 കവചങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഏറ്റവും വലിയ മായാശക്തി ഭഗവാന്റെ തന്നെ പ്രഭാവം കൊണ്ടാണ് ഈ മായയുടെ കവചം ഉണ്ടായിരിക്കുന്നത്. അതിൽ ബദ്ധാത്മാക്കളായി ഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും ഉറപ്പിച്ച് പറയുന്നുണ്ടോ, ഈ മായയെ മറികടക്കാതെ എന്നെ നിങ്ങൾക്ക് പ്രാപിക്കാനോ എന്നെ മനസ്സിലാക്കാൻ പോലും സാധ്യമല്ല. ഭഗവാന്റെ ഈശ്വര സ്വരൂപം എന്താണെന്നും ഈശ്വരന്റെ സ്വഭാവം എന്താണെന്നും ഈശ്വരഹിതം എന്താണെന്നും ഒക്കെ അറിയാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ മായയെ അതിക്രമിക്കണം. എന്നാൽ മായയെ അതിക്രമിക്കാൻ പ്രയാസമുള്ളതാണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മായയാണ് ഭൗതിക ശക്തി. അതാണ് ഈ ത്രിഗുണങ്ങളുടെ സ്വഭാവം നമ്മളിൽ ചെലുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് രക്ഷ നേടാൻ അവർ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈവിധ്യമാർന്ന ജീവിത അവസ്ഥയ്ക്ക് അനുസരണമായിക്കൊണ്ട് വിവിധതരം വ്യാപാരങ്ങളും അവർക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ഈ ഭൗതിക ശക്തിയെ ഉപയോഗിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന പ്രത്യക്ഷ ഫലങ്ങളെല്ലാം താൽക്കാലികമായിരിക്കും. അതെന്തൊക്കെ കിട്ടിയാലും വേണ്ടില്ല, നഷ്ടപ്പെടുമ്പോൾ ദുഃഖത്തിന് കാരണം. ഭൗതിക ശക്തി കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം പോലും നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കാനായിട്ട് വരും. നമ്മുടെ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടാലും നമ്മൾ ദുഃഖിക്കാനായിട്ട് വരും. നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാലും, അതിന് രോഗഗ്രസ്തമായി എന്ന് കണ്ടാലും, മാറാരോഗം പിടിപെട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ ദുഃഖിതരാകും. അപ്പൊ ഭൗതിക ശക്തിയെ പ്രത്യക്ഷമുള്ളതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് സുഖം കണ്ടെത്താനും ശ്രേഷ്ഠത നേടാനും ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയൊരു തടവറയാണെന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കലല്ലാതെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് അത് വൈവിധ്യമാർന്നതാണ്. അതനുസരിച്ചായിരിക്കും ജീവിതാവസ്ഥ മുന്നോട്ട് പോകുക. അതിൽ നിന്ന് വിവിധ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും കർമ്മങ്ങളും ഒക്കെ സൃഷ്ടിക്കും. അതിൽ തുടർന്നും ബന്ധനത്തിലായിക്കൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാ വ്യാപാരങ്ങളും അവിടുത്തെ ജ്ഞാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയണം. അവിടുത്തെ കാരുണ്യത്താൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ധാർമ്മിക പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത്. ഇനി ധാർമ്മികമായിട്ട് ധർമ്മത്തിന് ക്ഷതം വരാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധ്യം. അപ്പം മായയെ ജയിക്കണം എന്നുണ്ടെങ്കിലും ഭഗവാനെ തന്നെ ആശ്രയിച്ചാലേ നടക്കുള്ളൂ എന്നർത്ഥം. അതാണ് ഭഗവാനെ ഇതിനെല്ലാം ആശ്രയിച്ച് തന്നെയാണ്. അതിനുള്ള ഏറ്റവും മാർഗം എന്താ? ജ്ഞാനം നേടുക. തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ചിട്ട് സാത്വിക ഗുണത്താൽ പ്രഭാവമായിരിക്കുന്ന ആ ജ്ഞാനത്തെ നേടുക എന്നുള്ളതാണ്. ആ ജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് ആ ഭഗവാന്റെ കാരുണ്യത്താൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആ ഒരു ധാർമ്മിക മാർഗത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ പാദപദ്മങ്ങളിൽ അഭിമുഖം പ്രാപിക്കാത്ത ഒരാൾക്കും ഭൗതിക ശക്തിയെ
മറികടക്കാനും അഥവാ അതിക്രമിക്കാനും സാധ്യമല്ല. വാസ്തവത്തിൽ വേദജ്ഞാന രൂപം ധരിച്ചിരിക്കുന്നു. ഈ വേദങ്ങൾ ഈ മായയെ ജയിക്കാനുള്ള മാർഗദർശനമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബദ്ധാത്മാക്കളെ സഹായിക്കാനായിക്കൊണ്ട് സദാ അവിടുത്തെ സേവനത്തിൽ വ്യാപൃതരാണ്. ഇത് പറയുന്നത് സനകാദികളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സനകാദികൾ ഈ മായയെ ജയിക്കാനുള്ള മാർഗദർശനമാണ്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബദ്ധാത്മാക്കളെ സഹായിക്കാനാണ് ജന്മമെടുത്തു വന്നിരിക്കുന്നത് തന്നെ. ബദ്ധാത്മാക്കൾക്ക് കൃഷ്ണനെ മനസ്സിലാക്കുവാനാണ് വേദങ്ങൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വിശദീകരിക്കുന്നതാണ് വേദമൂർത്തികളുടെ ഈ പ്രാർത്ഥന ശ്രുതികൾ. അതായത് ജയ ജയ ഗാനം പാടി പാടി വീണ്ടും വീണ്ടും ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് വേദം ചെയ്യുന്നത്. ഭഗവാനെ പ്രകീർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീർത്തികളെ ചൊല്ലിയാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. മായയുടെ പിടിയിൽ നിന്ന് ബദ്ധാത്മാക്കളെ വീണ്ടെടുക്കുന്നതിൽ അവരുടെ മേൽ അദ്ദേഹം പൊഴിക്കുന്ന അഹൈതുകമായ കാരുണ്യമാണ് അവിടുത്തെ സമസ്ത മഹിമകളും വച്ച് സർവശ്രേഷ്ഠം എന്നതിൽ തർക്കമൊന്നുമില്ല. വിവിധ ശരീരങ്ങളോട് കൂടിയ ചരാചരാത്മകമായ എണ്ണമറ്റ ജീവാത്മാക്കൾ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. പരമപുരുഷനുമായുള്ള തങ്ങളുടെ ബന്ധം മറന്നുപോയി എന്ന് ഒരേ ഒരു തെറ്റാണ് ജീവാത്മാക്കളുടെ ഈ ബദ്ധജീവിതത്തിന് കാരണം. അതായത് പരമപുരുഷനുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം അറ്റുപോയതുപോലെ കണക്കാക്കുക. അതായത് ബന്ധം മറന്നുപോയ അവസ്ഥയാണ്, ഇല്ലാത്തതല്ല, ഉണ്ടത്. ആ നൂലെപ്പോഴും സുദൃഢമായിട്ടുണ്ട്. പക്ഷെ നമ്മളത് മറന്നു പോകുന്നു എന്നർത്ഥം. അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നുള്ള ബന്ധം യാതൊന്നും ഇല്ലാന്ന് കരുതുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ തെറ്റ് ആയ നിഗമനത്തിൽ നമ്മൾ എത്തുന്നത്. ജീവാത്മാക്കളുടെ ഈ ബദ്ധ ജീവിതത്തിന് കാരണം ആ തിരിച്ചറിവില്ല എന്നുള്ളതാണ്. കൃഷ്ണന്റെ പദവിയെ അനുകരിച്ച് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയോട് സ്വേച്ഛാധിപത്യം ഗർവ് നിറഞ്ഞ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയതോടെ അവൻ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ പെട്ടുപോയി. ഒപ്പം അവന്റെ ഇഷ്ടമനുസരിച്ചുള്ള 84 ലക്ഷം തരം വിവിധ തരം ശരീരങ്ങൾ അവന് കൈവരിക്കുകയും അതിൽ നിന്ന് മോചനം നേടുകയും വീണ്ടും ജനിക്കുകയും ചെയ്യും. ഐഹിക ജീവിതത്തിന്റെ ആദിത്രയത്തിന് വിധേയനായിട്ടും താൻ കാണുന്നതിൻ്റെയൊക്കെ അതീശൻ താൻ തന്നെയാണെന്ന് മായയ്ക്ക് കീഴ്പ്പെട്ടുപോയ ജീവാത്മാവ് കരുതുന്നു. ത്രിഗുണങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഭൗതിക ശക്തിയുടെ വശംവദനായിക്കൊണ്ട് സർവേശ്വരന്റെ കാരുണ്യമില്ലാതെ സ്വതന്ത്രനാകാൻ വയ്യാത്ത വിധം ജീവാത്മാവ് കുടുക്കിൽപ്പെട്ടുപോകും. സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമേ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ സ്വാധീനതയെ കീഴടക്കാൻ ജീവാത്മാവിന് സാധ്യമല്ല. അതായത് പരിശ്രമം കൊണ്ട് മാത്രമേ പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ സ്വാധീനത്തെ കീഴടക്കാൻ ജീവാത്മാവിന് സാധ്യവുമല്ല. എന്നാൽ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് സർവേശ്വരന്റെ നിയന്ത്രണത്തിലാകയാൽ ഭൗതിക പ്രകൃതിയുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഭഗവാൻ. അവനെ ഒഴികെ ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരെയുള്ള സകല ജീവാത്മാക്കളെയും ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കം കീഴടക്കി കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബ്രഹ്മലോകം മുതൽ താഴേക്കുള്ളതൊക്കെ പുനരാവർത്തനത്തിന് വിധേയമായാൻ കാരണം ഈ ഭൗതിക ശക്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിച്ച് പ്രത്യക്ഷമാകുന്നതൊക്കെ ഈ ഭൗതിക ശക്തി എന്ന് പറയുന്നത് പോലും ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയാണ്. പക്ഷെ അതിൽ കീഴ്പ്പെട്ടു പോയിരിക്കുന്നു. അതിൽ നിന്ന് മുക്തനാകണമെങ്കിൽ മായയെ ജയിക്കണം. ആ മായാബന്ധിതമല്ലാത്തവർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പം ഭഗവാന്റെ തന്നെ ശരിക്കും ചിന്തയും വാക്കും പ്രവൃത്തിയും അനുകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പോലും അത് അനുസരിക്കുന്നു എന്ന ഭാവനയിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നതൊക്കെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ ഏത് ജീവജാലമായിട്ട് ജനിച്ചാലും അതിൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് വിധേയമാകാൻ കാരണം ഈ ഭൗതിക ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് അത് മാത്രമാണ് സത്യം എന്ന് വിചാരിച്ച് അതിൽ സുഖഭോഗങ്ങൾ തേടിക്കൊണ്ടുള്ള ജീവിതക്രമത്തിലാണ് നമ്മൾ ഈശ്വരനെ പോലും മറന്നു പോകുന്നു എന്ന് പറഞ്ഞു.
ഈശ്വരനെ ഓർമ്മിക്കാൻ സാധിക്കണമെങ്കിൽ അല്പമെങ്കിലും മായയിൽ നിന്ന് അതിക്രമിച്ച് കടക്കുന്നവർക്കേ ഇങ്ങനെ നമ്മളെയൊക്കെ ഈ പറഞ്ഞ ഭൗതിക ശക്തി പോലും ഭഗവാന്റെ വരദാനമാണ് എന്ന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ മായയെ ജയിക്കണം, മായയെ അതിക്രമിക്കണം. അതും ഭഗവാന്റെ കാരുണ്യത്താലേ സാധിക്കൂ. അപ്പം അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് ആത്മസംരക്ഷണം എന്ന് പറയുന്നത്. ഈ 3 ഗുണങ്ങളാൽ കല്ലറ പോലെ തടവറയിലാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഈ തടവറയെ ഭേദിക്കണം. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അത് കടന്നു വരാതെ ആർക്കും മനുഷ്യ ശരീരം കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും പുഴുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും എന്ന് വേണ്ട 84 ലക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ 21 ലക്ഷം വേർപ്പിൽ നിന്നുണ്ടാകുന്ന ചെറു പ്രാണികൾ ഇന്നും ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികൾ, 21 ലക്ഷം മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവാത്മാക്കള്. ശരീരം ലഭിക്കുന്ന മാർഗമാണ് പറയുന്നത്. ഈ 4 മാർഗത്തിലൂടെയാണ് ഏത് ശരീരം കിട്ടണമെങ്കിലും കിട്ടൂ. പിന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ജീവികളാണ് 21 ലക്ഷം. 21 × 4 എന്ന് പറയുമ്പോൾ തന്നെ 84 ലക്ഷമായി. ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ പെടുന്നതാണ് മനുഷ്യജന്മം. പക്ഷേ ബാക്കിയുള്ള ജീവജാലങ്ങളെ ഒക്കെ കടന്നു വന്നിട്ട് നേച്ചറും കൾച്ചറും 50% ബാലൻസ് ചെയ്ത് 50% അതായത് ഭൗതിക ശക്തിയും ദൈവിക ശക്തിയും 50% ഈക്വലൈസേഷൻ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരാത്മാവിന് മനുഷ്യ ശരീരം കിട്ടുക. മനുഷ്യ ശരീരം കിട്ടിയാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭൗതിക ശക്തിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ ദൈവിക ശക്തി തന്നെ മറന്നുപോയ അവസ്ഥയിലായിരിക്കും. അപ്പൊ ഭൗതിക ശക്തിയെ ആശ്രയിച്ച്, ശരീരം പോലും ഭൗതിക ശക്തിയാണ്, ആ ഭൗതിക ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ദൈവിക ശക്തിയെ ആശ്രയിക്കണം. അപ്പോൾ പരമബോധം പ്രാപിക്കാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.